ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അർജുൻ അശോകൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. അപർണദാസ് ഉണ്ട് ഇതിനകത്ത്, സൈജു കുറുപ്പുണ്ട്, അതുപോലെ തന്നെ സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന നടി ഇപ്പൊ വീണ്ടും സജീവമായി തുടങ്ങിയതിന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറയാം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിനയ് ആണ്. അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ഗിമ്മിക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. പേഴ്സണലി എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കേസ് അന്വേഷണമാണ്. ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, നിങ്ങളെല്ലാവരും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ട്രെയിലറോ ബാക്കി കാര്യങ്ങളോ ഒന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ആരോ ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. സോ ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ ഇരുന്ന് കണ്ടിട്ടുള്ളത്. ഇതിലെ ക്യാരക്ടറൈസേഷൻ എന്താണെന്നോ ഒരു വസ്തു എനിക്ക് ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അറിയില്ല. സിദ്ദിഖ് ഉണ്ട് ഇതിനകത്തൊരു മേജർ റോളില്, അജു വർഗീസ് ഉണ്ട്. പടം തുടങ്ങുന്ന സമയത്ത് ഒരു തന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിൽ, അതായത് നമ്മള് ഇപ്പോഴത്തെ യൂത്ത് ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, ജോലി കിട്ടാത്ത ആ ഒരു സിറ്റുവേഷൻ, അത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് അർജുൻ അശോകൻ. അതുപോലെ തന്റെ അമ്മയുടെ ഓർമ്മകൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സോ അത്തരത്തിലുള്ള ഒരു ഫേസ് കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാവുകയാണ് ഈ അർജുൻ അശോകന്റെ ക്യാരക്ടർ. അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നുവിടുന്ന ഒരു സംഭവമാണ്. അത് നല്ല രസമായിട്ട് ആ ഒരു റൂട്ടിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവിടുന്ന് എത്തിപ്പെട്ടതിന് ശേഷം പടം പടയെന്ന് പറഞ്ഞിട്ടാണ് നീങ്ങുക. എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്ക്വാഡൊക്കെ നമ്മൾ കണ്ട പോലെ അതിൻ്റെ അത്രയും കൂടിയും ഗിമ്മിക്സുകളോ അല്ലെങ്കിൽ സിനിമാറ്റിക് പരിപാടികളോ ഒന്നും പിടിക്കാതെയാണ് ഈ ഒരു സിനിമ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം ഓടുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു തവണ കാണാനുള്ള വകുപ്പ് ഈ ഒരു സിനിമ തരുന്നുണ്ട് എന്തായാലും. അതിന് പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചത് ഇത് പടം ഇപ്പം കഴിയുമായിരിക്കും, അത് പറയുമ്പോഴത്തേക്കും വേറൊരു സാധനം വരും, വേറൊരു ടേൺ വരും, അങ്ങനത്തെ ലെവലിൽ പൊക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാഫ് നല്ല രസമായിരുന്നു. ബാക്കി ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ ഒരു സാധനം, ഈ ഒരു ടൈപ്പ് പരിപാടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോയി കാണാവുന്ന ഒരു സാധനമാണ്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അർജുൻ അശോകൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ സൈജു കുറുപ്പ് ഈ ഒരു റീസെന്റ് കണ്ടുവന്നിട്ടുള്ള പടങ്ങളിലൊക്കെ ഒരുമാതിരി കടം മേടിച്ച് പട്ടിണി ദരിദ്രമായിട്ടുള്ള ഒരു സ്റ്റാർ, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല ആടിപ്പൊളി ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം കിടിലം പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങേരിൽ നിന്ന്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നെ അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന അർജുൻ അശോകന്റെ അമ്മയുടെ ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്, അവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വലിയ ഡയലോഗുകളൊന്നും ഇല്ല, പക്ഷെ അവരുടെ ആ ഒരു അപ്പിയറൻസ് കൊണ്ട് അവർക്ക് ചെയ്യാൻ പലതും ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുകൊണ്ട് നല്ല രീതിയിൽ വർക്കായി തോന്നി എനിക്ക്. പിന്നെ അതുപോലെ അപർണദാസ് ഉണ്ട്. അപർണദാസ് ആസ് യൂഷ്വൽ ഒരു നായികയേക്കാൾ ഉപരി നായകന്റെ ഒപ്പം നിന്ന് കട്ടയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ച് നമ്മുടെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ആ ഒരു പരിപാടിയൊക്കെ തന്നെ. സിദ്ദിഖിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ അർജുൻ അശോകനെ ഗൈഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഒരു അത്യാവശ്യം നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങേരെ അതിനെ ലീഡ് ചെയ്യുന്നു. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അജു വർഗീസ് ഉണ്ട്. പിന്നെ നമ്മുടെ അൾട്ടിമേറ്റ് ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ റോളും അത്യാവശ്യം നല്ല രസമായിട്ട് വർക്കായി. അജു വർഗീസ് ഓടാനൊക്കെ കിടന്ന് പാടുപെടുന്ന കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടു. പക്ഷെ ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിന്റെ മാനറിസങ്ങളും എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ തോന്നുന്ന ഒരു സാധനം പോലും ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നെഗറ്റീവ് ഷെയ്ഡ് ചെയ്ത കഥാപാത്രങ്ങളെ വരെ എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അസലായിട്ട് വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്കൊരു തോന്നിയിരുന്നു, ഇതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല, എന്തുകൊണ്ട് ഇങ്ങനെ പോയില്ല എന്നൊരു 1-2 സ്ഥലത്ത് എനിക്ക് തോന്നിയിരുന്നു. അതർ ദാൻ പടം അടിപൊളി എക്സ്പീരിയൻസ്. എന്നെ സംബന്ധിച്ച് എന്തായാലും ഒരു 1 ടൈം വാച്ചിനുള്ള ഒരു സാധനമുണ്ട്. റിപ്പീറ്റ് വാല്യൂ പൊതുവെ ഞാൻ ഈ ഒരു വക ക്രൈം ത്രില്ലർ പരിപാടികളൊന്നും ഞാൻ ഒന്നിലധികം തവണ ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ സാധിച്ചു ഈ ഒരു സിനിമയെ സംബന്ധിച്ച്. പിന്നെ തിയേറ്ററിൽ നിന്ന് കാണണോ വേണ്ടെന്നുള്ളത് അപ് ടു യു ആണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. അതിപ്പോൾ ചെറിയ പടമായാലും ശരി, വലിയ പടമായാലും ശരി, ആ ഒരു ബിഗ് സ്ക്രീനിൽ ആ ഒരു ആംബിയൻസിലിരുന്ന് കാണുന്ന ആ ഒരു സുഖമൊന്നും വേറെ എവിടെയും കണ്ടതിന് കിട്ടുന്ന എനിക്ക് തോന്നില്ല. പിന്നെ ഓടിച്ചു വിടാൻ തോന്നും. അത് ആ ഒരു ഓടിച്ചു വിടൽ കാരണം ഉണ്ടാവുന്ന കുറേ എന്താ പറയുക
ഇമോഷൻസ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടൊക്കെ തന്നെ OTT-യിൽ ഞാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യാണ് പതിവ്. മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുകയാണ് പതിവ്. സോ അങ്ങനത്തെ ടേസ്റ്റുകളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആനന്ദ് ശ്രീബാലൻ നിങ്ങൾ പോയി കണ്ടുവെക്കുക. ഗംഗുവയ്ക്കൊക്കെ പോകുന്നതിലും ഭേദം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത്തിരി സാറ്റിസ്ഫാക്ഷൻ എങ്കിലും കിട്ടും. നല്ലൊരു സിനിമ കണ്ടുല്ലോ എന്നുള്ളൊരു പരിപാടിയെങ്കിലും നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.